greetings to you all in the precious name of our Lord and Savior Jesus Christ. Praise and thank God for this wonderful day, as we have been repeating again. It's Father's Day. The world remembers it as Father's Day. We realize that the only reason that we can live each day is because of a great Heavenly Father. Amen. നമുക്കറിയാം, ഇന്ന് പലവട്ടം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ഈ ലോകം അതിനെ ഫാദേഴ്സ് ഡേ ആയി കൊണ്ടാടുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമുക്കൊരു സ്വർഗീയ അപ്പനുണ്ട്. ഡേ ഇൻ ഡേ ഔട്ട് എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു അപ്പൻ, നമ്മെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ. ആ അപ്പനെ അറിഞ്ഞ് ജീവിപ്പാൻ ദൈവം തരുന്ന ഭാഗ്യങ്ങൾക്കായി സ്തോത്രം. Before I speak, I pray that the Holy Spirit may guide my tongue, that He may speak through me and to me, and that we may leave today's service strengthened by this Word of God, so that we can face this world in the manner which pleases God. ഇന്നും പകൽക്കാലം വചനം ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്റെ നാവോടുകൂടി എന്റെ വായോടുകൂടി ഇരിപ്പാൻ, ഇന്ന് പകൽ കേൾക്കുന്ന വചനം ഈ ലോകത്തിൽ വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. As we know, this year the Holy Spirit is telling us to live in holiness, not just live in holiness. We know that we're supposed to live holy lives when we accept salvation through Christ, but we're called to achieve to perfect holiness, to achieve a level of perfection in holiness, so that God may dwell among us. ഈ വർഷം ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഇത് വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷം. നമുക്ക് എല്ലാവർക്കും അറിയാം, രക്ഷിക്കപ്പെടുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ കർത്താവ് നാം വിളിക്കുന്നത് വിശുദ്ധരായി ജീവിക്കാനാണ്. അപ്പോൾ ആ വിശുദ്ധിയുടെ ജസ്റ്റ് മീഡിയോക്കർ വിശുദ്ധിയല്ല, അവൻ വിശുദ്ധിയെ തികയ്ക്കുന്നതിന് വേണ്ടി, അതിന്റെ പെർഫെക്ഷനിലേക്ക് എത്തുവാന് അവൻ നമ്മെക്കുറിച്ച് ദൈവം അവൻ വളരെ ആഗ്രഹിക്കുന്നു. കാരണം അങ്ങനെയുള്ളവരെ, വിളിക്കപ്പെട്ടവർ അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവര് ചുരുക്കമാണ്. ഒത്തിരി പേരെ ദൈവം വിളിച്ചു, ഒത്തിരി പേര് വന്ന് സ്നാനപ്പെടാം, ഒത്തിരി പേര് രക്ഷിക്കപ്പെടാം. പക്ഷെ അവിടെ നിത്യതയിൽ കർത്താവ് ഒരുക്കുന്ന വീട്ടിലെത്തുന്ന ഒത്തിരി പേര് കാണത്തില്ല. കാരണം നാശത്തിലേക്ക് പോകുന്ന വാതില് വീതിയും വിശാലും, അതിലേക്ക് പോകുന്ന ഒത്തിരി പേരാ. എന്നാല് അവൻ രക്ഷയിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവും ഉള്ളത്. അത് വേണം ഇച്ചിരി സ്ട്രഗിൾ ചെയ്യണം. യു ഹാവ് ടു ഡു സർട്ടൻ വേ, യു ഹാവ് ടു വിശുദ്ധിയെ തികച്ചാൽ മാത്രമേ അവിടെ എനിക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. And as we know, this month the Holy Spirit is telling us that in order to perfect holiness we need His strength. ഈ മാസം പരിശുദ്ധാത്മാവ് ശരിയാണ്, നമ്മൾ മനസ്സിലായി വിശുദ്ധിയെ തികയ്ക്കണം. നമ്മുടെ കഴിവുകൊണ്ട് നടക്കത്തില്ല. അത് പ്രിയ കേവനും പ്രസംഗിച്ചപ്പോൾ നമ്മുടെ കഴിവുകൊണ്ട് പറ്റത്തില്ല. നമുക്ക് ബലം വേണം, നമുക്ക് സഹായം വേണം. ആ സഹായം ഇല്ലെങ്കിൽ വിശുദ്ധിയെ തികക്കണം. ഒരിക്കലും ശിഷ്യന്മാർ ഈശോട് പറഞ്ഞു, പിന്നെ ആർക്ക് പറ്റും? ഈശോ പറഞ്ഞു, മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സകലവും സാധ്യം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിശുദ്ധിയെ തികച്ച് ദൈവം ഒരുക്കിയ ഭവനത്തിൽ എത്തണമെങ്കിൽ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ ബലം ആവശ്യമാണ്. Today I would like to take the person of Samson to discuss, because it seems very obvious. If you hear the topic of strength being discussed in church, you automatically think of Samson. But I pray that the Holy Spirit may speak to us in greater depth, so that we may look at his victories, and look at most of all his failures, and how that speaks to us about how we should live in strength, to live in holiness. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ വിഷയം, ഇന്ന് ഞാൻ വിശുദ്ധിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അവൻ ബലത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശിംശോനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്കവാറും ഒക്കെ സഭകളിലൊക്കെ ബലത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പരാമർശിക്കുന്ന ഒരാളാണ് ശിംശോന്റെ ബലം. എല്ലാവർക്കും ആ കഥ അറിയാം, കേട്ടിട്ടുണ്ട്, പരിചയമുണ്ട്, നമ്മൾ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പകൽക്കാലം തന്റെ ജീവിതത്തിലെ ചില പരാജയങ്ങൾ കൂടി ദൈവബലവുമായി സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. I will be taking more time in depth with Samson's parents than Samson himself, because there's too much to talk about for Samson, and Reba, Kevin, and Caleb already know, because in our Bible studies we spend a lot of time talking about Samson, and those discussions are still there and open free for reference for anybody if they want to check it out. But there's so much to just glean from these chapters that it's impossible for me to say everything that I possibly could with this time. So I will shorten it to just looking at each instance where the Spirit of God and power came upon Samson, to just explore the context behind each and every single instance of when power came upon him. But before I do that, I want to talk about, even before Samson's conception, I want to talk about his parents. പ്രിയമുള്ളവരെ, ശിംശോനെ കുറിച്ചും ശിംശോന്റെ ബലത്തെ കുറിച്ചും അവന്റെ ജീവിതത്തെ കുറിച്ചും സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവന്റെ മാതാപിതാക്കന്മാരെ കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
പ്രത്യേകിച്ച് ബൈബിൾ സ്റ്റഡിക്ക് ഞങ്ങൾ കൂടുമ്പോൾ റീബയ്ക്കും കെവിനും കേലവിനും ഒക്കെ അറിയാൻ ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡിയിൽ ഞങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കൂടി കടന്നുപോയതാ. അവിടെ ഷിംഷോന്റെ കഥ വന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത. ഇന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബിലേക്ക് പോയാൽ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ ഞങ്ങളുടെ ഡിസ്കഷന് അവിടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും, കാണാൻ കഴിയും. അപ്പോൾ ഷിംഷോന്റെ ജീവിതത്തിൽ നടന്ന ദൈവത്തിന്റെ ബലമിറങ്ങുന്ന സന്ദർഭങ്ങളെ കുറിച്ചും അവന്റെ പരാജയങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവന്റെ അപ്പനെ കുറിച്ചും അവന്റെ അമ്മയെ കുറിച്ചും അവന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. As is common, the theme in the book of Judges is that every single chapter, every single other chapter, every single generation, the Israelites are straying away from God. They're doing what's right in their own eyes. They're following the ways of the pagans around them, and they're being the captives of said pagans. They are so enamored with their ways and their worship, but eventually they're trapped and they become the captives of those enemies. പ്രിയമുള്ളവരെ, ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് ദൈവത്തെ വിട്ട് എപ്പോഴും അകന്നു പോകുന്ന ഒരു ഇസ്രായേൽ ജനതതി. ദൈവം അവർക്ക് ന്യായപ്രമാണം കൊടുത്തു, ദൈവം അവർക്ക് ഉപദേശം കൊടുത്തു. എന്നാൽ അവര് ആ വചനം വിട്ടിട്ട്, ആ ഉപദേശം വിട്ടിട്ട് ഓരോരുത്തർക്ക് ബോധിച്ച രീതിയിൽ ദൈവത്തെ വിളിക്കാൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത് ജാതികൾ വിളിക്കുന്ന രീതി, അവരുടെ വഴികൾ പഠിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ട് അവരുടെ വഴികളിൽ നിന്ന് അവരുടെ ദേവന്മാരെ സേവിച്ച് ഓരോരുത്തർക്ക് ബോധിച്ച രീതിയിൽ നടന്നിട്ട് അവസാനം അവരുടെ വഴികളിലേക്ക് പോയി അവരുടെ അടിമകളായി തീർന്ന് കഷ്ടം അനുഭവിക്കുകയും പിന്നെ നിലവിളിക്കുകയും പിന്നെ ദൈവം കരുണ കാണിച്ച് ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിച്ച് വിടുവിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ തീം എന്ന് പറയുന്നത്. It is during this time that in the tribe of Dan there was a man named Manoah and his wife was barren. ഇങ്ങനെ പോകുന്ന ഒരു സമയം ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ടകന്നു. മിഥ്യാന്യ ജാതിയൊക്കെ അവരെ പീഡിപ്പിക്കുന്ന ഒരു കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ ദാൻ ഗോത്രത്തില് മനോഹ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് തന്റെ ഭാര്യ ഉണ്ടായിരുന്നു. അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ ദൈവം അവർക്ക് പ്രത്യക്ഷനാകുന്ന ചില അനുഭവങ്ങൾ വെളിപ്പെടുന്നു. And we see that an angel of the Lord, which when we look back and actually analyze, God himself coming down, or Christ, before Christ was incarnate upon this earth as Jesus Christ, God the Son came upon this earth and referred to as the angel of the Lord, he came and spoke to Manoah's wife. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കാണാം, ഒരു ദൂതൻ വന്ന് മനോഹയുടെ ഭാര്യയോട് അവർക്ക് പ്രത്യക്ഷനായിട്ട് അവരോട് സംസാരിക്കുന്നു. ദൈവനം പഠിക്കുകയാണെങ്കിൽ തിയോഫനി എന്ന് പറയും, ദൈവം തന്നെ പ്രത്യക്ഷനാകുന്ന, ദൂതനായിട്ട് പ്രത്യക്ഷനാകുന്ന അനേക ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. അതൊരു ഭാഗമായിട്ട് ഇതിനെ ചിന്തിക്കാൻ കഴിയും. കാരണം അവന്റെ പേര് ചോദിക്കുമ്പോൾ വൈ ആർ യു ആസ്കിങ് മൈ നെയിം, എന്റെ പേരെന്താ നീ ചോദിക്കുന്നത്, എന്റെ പേര് വണ്ടർഫുൾ ആണെന്ന് പറയുന്ന ആ ഭാഗം നോക്കുമ്പോൾ സാക്ഷാൽ ക്രിസ്തുനാഥൻ തന്നെ വെളിപ്പെട്ട ദൂതനായി വേഷത്തിൽ അല്ലെങ്കിൽ തിയോഫനിയായി വെളിപ്പെട്ട ഭാഗങ്ങൾ ഒന്നാണ് ഷിംഷോന്റെ അമ്മയ്ക്ക് ഈ ഏഞ്ചൽ വെളിപ്പെട്ട ഭാഗം. അവിടെ നാം വായിക്കുമ്പോൾ ഈ മനോഹര ഭാര്യ പുറംപറമ്പിൽ ആയിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷനായി. And what the angel says to her is that you are barren and you have not borne children in Judges chapter 13, but you shall conceive and bear a son. Therefore be careful and drink no wine or strong drink and eat nothing unclean. For behold, you shall conceive and bear a son. No razor shall come upon his head, for the child shall be a Nazarite to God from the womb. Even before Samson as an organism starts existing in his mother's body, he is being set apart as a Nazarite for God. Notice though, not at any point later his dad comes and the angel appears to both the mother and the father. At no point does it say Samson is going to be a judge. Very specifically, that's not being said. That Samson would have strength and power that his peers and other people in Israel do not have. None of that is being mentioned. It just says that Samson is supposed to be set apart as a Nazarite for God. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കണം, അവിടെ ദൂതൻ തന്റെ ഭാര്യയായ സ്വന്തം ചെയ്യുന്നു. ഭാര്യയുടെ പേര് പറയുന്നില്ല. ഭാര്യക്ക് പ്രത്യക്ഷനാകുമ്പോൾ അവളോട് പറയുന്നത് എങ്ങനെയാണ്? സ്വന്തം നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും വരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും എന്ന് ദൂതൻ അവളോട് സംസാരിക്കുന്ന ഒരു ഭാഗം അവിടെ കടന്നു വന്ന് അവളോട് പറയുമ്പോൾ, പ്രത്യേകിച്ച് അവൻ ന്യായാധിപനാകുമെന്നൊന്നും പറയുന്നില്ല. അവന്റെ ഉദരത്തിൽ വെച്ച് തന്നെ
അവന് ഒരു ഭ്രൂണമാകുന്നതിന് മുമ്പ് അങ്ങനെ സംഭവമേ ശിംശോൻ എന്നൊരു കാര്യം അതുവരെ ഉണ്ടായിട്ട് പോലുമില്ല. അതിനു മുമ്പ് ദൈവം അവനെ കുറിച്ച് പറയുക അവൻ സെറ്റപ്പോട്ടായിരിക്കും, അവൻ വേർതിരിക്കപ്പെട്ടവനായിരിക്കും. മറ്റുള്ള ലോകത്തിലെ കുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ അവൻ നടക്കാൻ പറ്റുകയില്ല. അവൻ എനിക്കുള്ളവൻ, അവന്റെ മേലെ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കേണ്ടതാ. അവൻ ആദ്യം സംസാരിക്കുന്ന അമ്മയോട് പറയുക അവന്റെ തലയിൽ ക്ഷൗരക്കത്തി എന്ത് ചെയ്യരുത്, തൊടുവിക്കരുത്. അവൻ ദൈവത്തിന് സെറ്റപ്പോട്ടായിരിക്കും, ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ആയിരിക്കുമെന്ന് അമ്മയോട് വന്ന് പറയുന്ന ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. So notice that Samson is going to be conceived into an environment that is already prepared and set apart for someone like him who's called for a purpose. Because I realized that the purpose of telling the mother, even before Samson was conceived, the mother, like drinking wine, all that stuff was normal for their culture. The mother herself had to set herself apart from those things. So as soon as Samson would start existing in her body, there would be no defilement, there would be nothing that would compromise the set apartedness that God wanted in his life. ഇത് പകൽക്കാലം ഓർക്കണം, ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയാക്കുമ്പോൾ ആ വ്യക്തി വിശുദ്ധനാകാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു ഓർക്കസ്ട്രേഷൻ നിങ്ങൾ നോക്കൂ. ശിംശോന് അവൻ ദൈവത്തിന് വേണ്ടി വിശുദ്ധനായിരിക്കണം, എന്നാൽ മാത്രമേ ദൈവത്തിന്റെ കയ്യിൽ അവന് പ്രയോജനപ്പെടാൻ പറ്റുള്ളൂ. യൂസ്ഫുൾ ആകണമെങ്കിൽ, ദൈവത്തിന് വേണ്ടി പർപ്പസ്ഫുൾ ആകണമെങ്കിൽ അവൻ ഹോളി ആയിരിക്കണം, വിശുദ്ധനായിരിക്കണം. അവൻ തോന്നിയതുപോലെ ജീവിക്കുന്നവനായാൽ ദൈവത്തിന് അവനെ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് ദൈവം അറിഞ്ഞുകൊണ്ട് അവൻ ഉളവാകുന്നതിന് മുമ്പ് തന്നെ അമ്മയോട് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൂതന് വന്ന് സംസാരിക്കുകയാ. പിന്നെ ഒരു മകനെ നിനക്ക് തരാൻ വേണ്ടി പോകുകയാ. അവൻ വ്യത്യസ്തനായിരിക്കും, ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ജനത്തെ വിടുവിക്കേണ്ടവൻ, അവൻ പവറുള്ളവനാകണം. പക്ഷെ അവനെ വ്യത്യസ്തനായി വളർത്തണം. അതുകൊണ്ട് നീയും വിശുദ്ധിയായിരിക്കണം, അശുദ്ധമായതൊന്നും തൊടല്ലേ. നിനക്ക് മറ്റുള്ള സ്ത്രീകൾ, നിനക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്ന നോർമൽ തിങ്ങാ. പക്ഷെ ദൈവം കിട്ടുമെന്ന് പറയുക, നിനക്കൊരു കുഞ്ഞു തരാൻ പോവാ. അവൻ ശരിയാ വീട്ടിൽ ചായയും കാപ്പിയോ കുടിക്കുമായിരിക്കും, പക്ഷെ നീ കുടിക്കാൻ പറ്റത്തില്ല, നീ മാറിയിരിക്കണം, നീ സെപ്പറേറ്റ് ആയിരിക്കണം എന്ന് പറയുന്ന പോലെ. കാരണം യഹൂദന്മാരുടെ മധ്യത്തിൽ വൈൻ ഇസ് എ നോർമൽ, നമ്മുടെ ചായയും കാപ്പിയും പോലെ അവിടെ വീഞ്ഞ്, അവിടെ സകലത്തിന്റെയും ഭാഗമായിട്ട് അവർ വെള്ളം കുടിക്കുന്ന പോലെ സാധാരണ കുടിക്കുന്ന ഒരു കാര്യമാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ നോർമൽ പാർട്ട് ഓഫ് അവിടെ കൃഷിയുടെ ഭാഗമാണ് അവൻ സ്വന്തം ചെയ്യുന്നു. പക്ഷേ ഇവിടെ വന്ന് ദൈവം പറയുക, പക്ഷേ ലോകമെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം, രക്ഷിക്കപ്പെട്ട എല്ലാവരും ചെയ്യുന്നു, പക്ഷെ നിന്നെ ഞാൻ സെറ്റപ്പാട്ടാക്കുക. ഒത്തിരി പേര് സ്നാനപ്പെട്ടവരെ അതിനെ കാണാം, ആ സ്നാനപ്പെട്ട അവൻ അങ്ങനെ പോകുന്നുണ്ടല്ലോ, ഇവനിങ്ങനെ. പക്ഷെ ഇല്ല, നിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിരിക്കുക. നിന്റെ വിളി വ്യത്യസ്തമാണ്, എനിക്ക് നിന്നെ ഉപയോഗിക്കണം. മറ്റുള്ളവരെ ദൈവം ഉപയോഗിക്കാതിരിക്കുമ്പോൾ നിന്നെ സ്പെഷ്യലായിട്ട് കണ്ടിരിക്കുക. അതുകൊണ്ട് അമ്മയോടൊന്ന് പറയാ, അമ്മ നീയും എന്ത് ചെയ്ത് വീഞ്ഞു കുടിക്കരുത്, മുന്തിരിഫലം ഒന്നും തിന്നരുത്. നോക്കണേ, ദൈവം ആ ശിംശോനെ കൊണ്ട്, കാരണം ദൈവത്തിന് അറിയാം ഇവനൊരു അസാധാരണ കാര്യങ്ങൾ ചെയ്യേണ്ടവനാ. ഇന്ന് പകർന്നിരിക്കുമ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ, കുഞ്ഞുങ്ങളായിട്ട് നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയ ഡിവൈൻ പ്ലാനാ. നിങ്ങളെ അസാധാരണമായ കാര്യങ്ങൾ ഈ ലോകത്തില്, തകരുന്ന ലോകത്തിൽ, യുദ്ധങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തില്, അവൻ പാപം കുടുംബിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയില് നിന്നെ ഒരു അസാധ്യനായി, ഒരു അസാധാരണക്കാരനായി, ഒരു സൂപ്പർ നാച്ചുറലായി നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് ആഗ്രഹമാണ്. പക്ഷെ ഇന്ന് ലോകമനുഷ്യൻ പോകുന്ന പോലെ നീ ജീവിച്ചിട്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിന് നിന്നെ നല്ലൊരു വിശുദ്ധിയുടെ നല്ല ഒരു ഓർക്കസ്ട്രേഷൻ അല്ലെങ്കിൽ നല്ലൊരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ട് നിന്നെ ഭൂമിയിലേക്ക് അയക്കുന്നു ഓർത്തോണം. നിങ്ങളെ ശിംശോന് തുല്യരാക്കി ദൈവം കണ്ടിരിക്കുക. കാരണം ദൈവത്തിന് നിങ്ങളെ യൂസ് ചെയ്യണം. അതുകൊണ്ട് അമ്മയോട് പോലും പറയാ, നീ വീഞ്ഞോ ഒന്നും ഉപയോഗിക്കില്ലേ. അതുപോലെ ജനിക്കുന്ന കുഞ്ഞ് ദൈവത്തിന് വേണ്ടി നാസറായിരിക്കണം. അമ്മമാരാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അമ്മമാരാണ് കുഞ്ഞുങ്ങൾക്ക് ഓതി കൊടുക്കേണ്ടത്. അപ്പന്മാരില്ല, അപ്പന്മാരിൽ അമ്മയിൽ നിന്നും sorry, ഞാൻ കയറി പറയണം. I'm so sorry. Let me tell you something. അവന്റെ പ്രത്യേക അവൻ അമ്മയോട് അങ്ങനെ പറഞ്ഞു. If I had time, which I don't because I need to go to Bethel today, if I had time, I would take more time to talk about how when the woman heard all this, it says she runs over to her husband and tells him everything. There is no miscommunication. For those who are already parents and for those of us who, if Christ's coming is sharing, will grow to be parents of children raised in the Word, you need to realize that it's not a solo act. It needs to be a team. You have to be on the same page when you raise children who are to be holy and set apart for God. Because it says as soon as Manoah heard this, he starts praying. He prays to God and he says, "Oh Lord, please let the man of God whom you sent come again to us and teach us what we are to do with the child who will be born." He's asking for help. He's asking for strength on how to raise this child who is supposed to be holy. Because again, at this point, they don't know that Samson is going to be a judge. They don't know that Samson's going to be so strong. All they know is that this kid is being set apart for something special. So God, we need your help. He's not praying, Lord, it's for the kid because they're barren. They haven't had kids for a long, they've never had kids.
So he's not praying, Lord, let the delivery be all safe or the pregnancy be all safe. He's not praying, oh Lord, teach us how we should grow him for like the occupation because they don't know he's going to be a judge. All that Manoah is praying is, teach us what we are to do with the child who will be born and teach us how we shall raise him. പ്രിയമുള്ളവരെ, നിങ്ങളിവിടെ വായിക്കുമ്പോൾ അവൻ ദൂതൻ വന്ന് മനോയുടെ ഭാര്യയോട് ഈ കാര്യം പറഞ്ഞു. ഭാര്യ പറഞ്ഞോണ്ട് ഈ ഒത്തിരി കാര്യങ്ങൾ ബൈബിളുണ്ട്. ഈ ബൈബിളൊക്കെ സഭകൾ പഠിപ്പിച്ചാല് കുടുംബജീവിതം എങ്ങനെ നടത്തണമെന്നും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നൊക്കെ പഠിക്കാൻ കഴിയും. ഈ അമ്മ ഈ ദൂത് കിട്ടിയ ഉടനെ അവൾ അവളുടെ ഉള്ളിലോട്ട് വെച്ചുകൊണ്ടിരിക്കുകയല്ല, അവൾ ഒറ്റ ഓട്ടം അവളുടെ ഭർത്താവിന്റെ അടുക്കലേക്ക്. നോക്കൂ, കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് അമ്മമാർക്കോ ഒറ്റയ്ക്ക് അപ്പന്മാർക്കോ റേസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ജോയിന്റ് എഫർട്ട്. അപ്പനും അമ്മയും ചേർന്ന് ആ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. സോ ഈ സ്ത്രീ ഇത് കേട്ട ഉടനെ ഓടിച്ചെന്ന് മനോഹരയുടെ ഈ കാര്യമെല്ലാം പറയുക. ഇങ്ങനൊരു കാര്യം നടന്നു. ഇങ്ങനെ ഉടനെ മനോഹ ശ്രദ്ധിക്കണം, അപ്പനെ ശ്രദ്ധിക്കണം. ഉടനെ അപ്പൻ, ഓ ഇതിനൊക്കെ വട്ടായിരിക്കും, സ്വപ്നം കണ്ട. അത് കേട്ട ഉടനെ അയാളും കോംപ്രിഹെൻഡ് ചെയ്തു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ റേസ് ചെയ്യണമെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും ചേർന്ന് നിൽക്കണം. ആ അപ്പന് ചേർന്ന് നിന്നിട്ട് അപ്പം മുട്ടുകുത്തുക, പ്രാർത്ഥിക്കാൻ. ഇന്ന് പകൽക്കാലം തലമുറകളെ റേസ് ചെയ്യുന്ന അമ്മയപ്പന്മാർ ആരെങ്കിലും ഫേസ്ബുക്ക് ലൈവ് വഴി നിങ്ങളെ കാണുന്നെങ്കിൽ കുഞ്ഞെ ചുമ്മാ വന്ന് ഡേ കെയറിൽ കൊണ്ട് കൊടുത്ത്, അല്ലെങ്കിൽ അവൻ കുഞ്ഞിനെ രാവിലെ കൊണ്ട് ബേബി സിറ്റിന് വിടുന്നത് അങ്ങനെയല്ല പഠിക്കുക. സൺഡേ സ്കൂളിൽ വിട്ടല്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. നീ മുട്ടുകുത്തണം, അപ്പ നീ മുട്ടുകുത്തണം, അമ്മയെ ഭർത്താവിനെ ഉൾപ്പെടുത്തണം. നിന്റെ കുഞ്ഞിനെ വളർത്തുന്ന ആ വളർച്ചയിൽ അവൻ ഒരുമിച്ചാണ് നിങ്ങൾ വളർത്തേണ്ടത്. ആ അമ്മ വന്ന് ഷെയർ ചെയ്യുന്നു, അപ്പം മുട്ടുകുത്തുക. എന്നിട്ട് ചോദിക്കുന്നത്, കർത്താവേ, എന്റെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളെ അവർക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല, അവർക്ക് ആനന്ദമാ, പക്ഷെ ആ പുരുഷനെ ഒന്നുകൂടെ നീ കാണിക്കണം. കാരണം എനിക്ക് ചോദിക്കണം, എങ്ങനെയാ കുഞ്ഞിനെ വളർത്തേണ്ടത്, എങ്ങനെയാ അവനെ ടീച്ച് ചെയ്യേണ്ടത്, ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങൾക്ക് ഹെൽപ്പ് വേണം. അവൻ ചോദിക്കണം. ഇന്ന് നമ്മളൊക്കെയാണ് കൗൺസിലേഴ്സിനെ കാണാൻ പോകും. അവൻ ബേബിയെ റേസ് ചെയ്യുന്നത് എങ്ങനെയാ, പാല് കൊടുക്കുന്ന എങ്ങനെ. അതല്ല വേണ്ടത്. മുട്ടുമേൽ നിന്നിട്ട് ദൈവ സാന്നിധ്യം, എങ്ങനെ എന്റെ കുഞ്ഞിനെ വളർത്തണം, എങ്ങനെ എന്റെ കുഞ്ഞിനെ ചോദിക്കുന്നതെല്ലാം മേടിച്ചു കൊടുത്തല്ല നിന്റെ കുഞ്ഞിനെ വളർത്തേണ്ടത്. പൊയ്ക്കോന്ന് പറഞ്ഞ് വിട്ടല്ല നിന്റെ കുഞ്ഞിനെ വളർത്തേണ്ടത്. കർത്താവ് എങ്ങനെ അന്ന് റേസ് ചെയ്യണം, അത് ചോദിക്കാൻ അപ്പൻ മുഴങ്കാൽ മടക്കി പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ നമ്മൾ അടിച്ചൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. ദൈവത്തിൽ നിന്ന് ലേൺ ചെയ്യണം, അങ്ങനെ അവർ റേസ് ചെയ്യണം. എങ്ങനെ അവർ അവിടെ വന്ന് അവൻ സ്വപ്നം ചെയ്യുന്നു, മുട്ടുമടക്കി മനോഹ പ്രാർത്ഥിക്കുക, ഒന്ന് വന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. And it says, it quite literally says, God heard his prayer. And the angel of the Lord appears again. And this time, he doesn't conveniently show up to where Manoah is. He shows up to his wife again. And the wife doesn't skip a beat, runs and gets Manoah, brings him over. And it says, Manoah ran after his wife and sees the angel of the Lord. And it says, Manoah said, now when your words come true. Manoah is not doubting. He's saying not if your words come true. He's telling the angel of the Lord, when your words come true, what is to be the child's manner of life and what is his mission? It's Father's Day, and I did not choose this message thinking of Manoah. But think about it. He's never been a father before. They've been barren for years. He doesn't know how to be a father. But now that I think about it, he's probably one of the most iconic earthly fathers in the Bible, because nowhere in my current memory do I remember somebody who is so in tune with his child's mission and calling for the Lord. Manoah, even before Samson is conceived, is desperately asking, when your words come true, what's this child's manner of life? I don't want to waste a day. I don't want to get this wrong. Show me what this child needs to live by so we can raise him according to it. പ്രിയമുള്ളവരെ, വചനം വായിക്കുമെന്ന് കണ്ടു. എന്ത് സിങ്കായിട്ട് ഹസ്ബൻഡും വൈഫും പോകുന്നത്. വൈഫ് ഒന്ന് പറഞ്ഞ ഉടനെ ആ വൈഫ് പറഞ്ഞു, നിനക്ക് തോന്നിയ അങ്ങനെ അവിടെ ഒന്നും പറയാതെ അത് റിയൽ ആയിട്ട് ആ ഹസ്ബൻഡ് ഏറ്റെടുത്തിട്ട് അവൻ പ്രാർത്ഥിക്കുക. 9-ാമത്തെ വാക്യം, ന്യായന്മാരുടെ പുസ്തകം 13-9 വാക്യം അവൻ സ്വന്തം ചെയ്യുന്നു. അതിന്റെ 8-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാ, മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. 9-ാമത്തെ വാക്യം, യഹോവ മനോഹയുടെ പ്രാർത്ഥന കേട്ടിട്ട് ദൂതൻ മനോയുടെ അടുക്കലല്ല വരുന്നത്. അവൻ സ്വപ്നം ചെയ്യും. ദൈവദൂതൻ വീണ്ടും മനോയുടെ ഭാര്യയുടെ അടുക്കൽ തന്നെ വന്നു. ദൈവം നോക്കണം, ശ്രദ്ധിക്കണേ. അവൻ സ്വപ്നം ചെയ്യുന്നു, ഇമ്പോർട്ടൻസ് ഓഫ് മാം ഇൻ റേസിംഗ് അപ്പ് എ ചൈൽഡ്. കുഞ്ഞുങ്ങളെ റേസപ്പ് ചെയ്യുന്ന അമ്മമാർക്കുള്ള ഇമ്പോർട്ടൻസ് അവിടെ കാണിക്കും. ദൂതൻ വീണ്ടും വരുന്നത് മനോയുടെ അടുക്കലോട്ടല്ല വരുന്നത്, അമ്മയുടെ അടുക്കലോട്ടാണ് വരുന്നത്. അമ്മ എന്ത് ചെയ്തു? ഞാൻ തന്നെ വളർത്തിക്കോളാം, ഏറ്റെടുത്ത് പോകല്ല. കിട്ടിയോടനെ അടുത്ത വായിക്കുകയാണ്. നോക്കട്ടെ, 9-ാമത്തെ വാക്യം വായിച്ചു. അടുക്കൽ വന്നു, അവൾ വയലിരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. അവൻ ചില അമ്മമാരുടെ ഞാൻ റെവലേഷൻ, നിന്റെ റെവലേഷൻ കൊണ്ടൊന്നും നിന്റെ കുഞ്ഞിനെ വളർത്താൻ പറ്റത്തില്ല. നിനക്ക് കൂടെ അപ്പനൂടെ വേണം. നോക്കണം, ആ അപ്പൻ സിങ്ക് ആയിരിക്കണം. നോക്ക, ഇവിടെ ഉടനെ ആ സ്ത്രീ ഓടിച്ചെന്ന് പറഞ്ഞതല്ല,
ഭർത്താവ് എന്നോട് കൂടെ നിന്ന് കേൾക്കാൻ കൊതിക്കുന്ന ഭർത്താവ് അവൾ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു. അന്ന് എന്റെ അടുക്കൽ വന്ന ആളിതാ എനിക്ക് പ്രത്യക്ഷനായിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. മനോഹ ഉടനെ എഴുന്നേറ്റ് ഭാര്യയോട് കൂടെ ചെന്നു. നോക്കണേ, ഭാര്യയോട് കൂടെ ചെന്നു. ആ പുരുഷന്റെ അടുക്കലെത്തി. ഈ സ്ത്രീയോട് സംസാരിച്ച ആൾ നീയോ എന്ന് അവനോട് ചോദിച്ചു. ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അവൻ മനോഹ അവനോട്, നിന്റെ വചനം നിവർത്തിയാകുമ്പോൾ, നാഗമോ അടയാളം തരണമെന്നല്ല പറയുന്നത്, ആ വചനം വിശ്വസിച്ചു. ആ വചനം നിവർത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം, അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അവനെ സംബന്ധിച്ച്, അവന്റെ മിഷനെ സംബന്ധിച്ച്. നോക്കൂ, ഒരപ്പന്റെ ദർശനം കുഞ്ഞുണ്ടായിട്ടില്ല, ഇവൻ അത് വന്നിട്ടില്ല. വചനം കേട്ട ഉടനെ വിശ്വസിക്കുകയും അവിടുത്തെ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് അവനെ എങ്ങനെയാക്കണം, അവനെ എങ്ങനെ ഞാൻ മോൾഡപ്പ് ചെയ്യണം, വളർത്തണമെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു അപ്പൻ. I don't have time to mention this, but he's thinking like a godly father even before he becomes a father. ശ്രദ്ധിക്കണം, ഒരു അപ്പനാകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ നമ്മുടെ അപ്പനും ഇതുപോലെയാണ്. അയക്കുന്നതിന് മുമ്പ് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും, അമ്മയുടെ ഉദരത്തിൽ നമ്മെ വിടുന്നതിന് മുമ്പ്. അതുകൊണ്ട് അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് വേല തയ്ക്കുന്ന എന്റെ ഫുഡെന്ന് അവൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ അയച്ചവനൊരു ഇഷ്ടമുണ്ട്. അവൻ അമ്മയുടെ ഉദരത്തിലേക്ക്, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടപ്പോൾ സ്വർഗത്തിലെ പിതാവിന് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും വലിയ പദ്ധതി ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്ന ആ വഴി, ദൈവത്തിന്റെ വിളി അറിയണം. യു നോ ദാറ്റ് അതിനകത്ത് വാക്ക് ചെയ്യുമ്പോഴാ അത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആകും, നിങ്ങളുടെ ജീവിതമേ തൃപ്തിയാകും. ഇവിടെ അവൻ സ്വപ്നം ചെയ്ത് നമുക്ക് കാണുന്നു, സ്വർഗത്തിലെ പിതാവ് പോലെയാ മനോഹ ചിന്തിക്കുന്നത്. എന്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ഉണ്ടാകും, നീ ആ വാക്ക് പ്രാവർത്തികമാകുമ്പോൾ ഞങ്ങൾ എങ്ങനെ അവനെ റേസപ്പ് ചെയ്യണം, അവന്റെ മിഷൻ വേണ്ടി അവനെ എങ്ങനെ ഞങ്ങൾ എക്വിപ്പ് ചെയ്യണം എന്ന് അപ്പൻ ചോദിക്കുകയാണ്. And because of how fast time is going, I may not get the chance to go over all of Samson's life as I had intended, but I do want to preface that as chapter 13 ends, it shows that after Manoah and his wife realize that they've seen God and they realize that this is the mission that they have to carry out, afterwards, after it says Samson was born, it doesn't talk about in depth what his childhood was like. It doesn't talk about his adolescence. It only picks up then once he becomes a young adult. It says in verse 24, and the woman bore a son called him Samson, and the young man grew and the Lord blessed him. And once he entered that point of young adulthood, it says in verse 25, and the Spirit of the Lord began to stir in Mahaneh-dan between Zorah and Eshtaol. When he was born, he was not a freakish baby with muscles. You know, when the baby was born, you don't know what he's going to become. The parents had to raise him with such diligence and remember the mission that God had given them. When that child was growing up among his peers with overgrown hair and looking weird and being different, he can't drink wine during all the festivals that the Israelites had to follow. He couldn't be like the rest of his peers. But even as he was doing that, it wasn't as if developmentally each stage more and more strength was being added to Samson. The Spirit of God only started to stir in him at a certain point. That means the Spirit of God doesn't come where the environment is hostile, and he comes at once. It says he begins to stir in Samson. So Samson's parents, even though they couldn't see changes immediately when the child was growing, they continued being faithful to raise that child in holiness. പ്രിയമുള്ളവരെ, ഇവിടെ കാണുമ്പോൾ ദൂതൻ അവൻ മനോഹയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നീട് അവൻ സ്വന്തം അവന്റെ വളർച്ചയെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന അടുത്ത 24-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. അവൻ അവിടെ പറയുന്നു, അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു, ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. എന്റെ അർത്ഥം, അപ്പനും അമ്മയും ചെയ്യേണ്ടതൊക്കെയും ആ മകന് വേണ്ടി ചെയ്തു കൊടുത്തു. ആ കുഞ്ഞ് അതേ കണ്ടീഷനിൽ വളർന്നു, ദൈവം അവനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറയുന്നത്, അവൻ സോരയ്ക്കും എസ്താവോലിനും മധ്യയുള്ള അവൻ സ്വന്തം മഹനേദാനിൽ വെച്ച് എവിടെ ആത്മാവ് അവനെ സ്റ്റെറപ്പ് ചെയ്യാൻ തുടങ്ങി. നോക്കൂ, ജനിച്ചു വന്ന എല്ലാ വർഷവും അവൻ മസിൽ വെച്ചിരിക്കുന്ന ആ അജാനബാഹുവൊന്നും ആയില്ല അവൻ. പക്ഷെ അപ്പനും അമ്മയും ഫെയ്ത്ത്ഫുൾ ആയിട്ട് അവൻ ദൈവം പറഞ്ഞതെല്ലാം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ അതേപോലെ ചെയ്തു കൊടുത്തു. അവന്റെ ഇഷ്ടത്തിന് അവരെ വിട്ടില്ല. അവൻ ഒരുപക്ഷെ ശ്രദ്ധിക്കണം, ഞാൻ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാനാണ് പറയുന്നത്. അവന്റെ അമ്മ ഒത്തിരി കർക്കശമായിരുന്നു, അവന്റെ അമ്മ ഒത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു. മറ്റുള്ള പിള്ളേർക്ക് എല്ലായിടത്തും പോകാം, അവർക്ക് ഇഷ്ടം പോലെ മുടി വെട്ടാം. പക്ഷെ അമ്മ പറഞ്ഞു, നോ, നിനക്ക് പറ്റത്തില്ല, യു കനോട്ട് ആ സ്റ്റൈലൊന്നും പറ്റത്തില്ല, നിന്റെ തലയിൽ എന്തോ വെക്കാൻ പറ്റില്ല, സിസേഴ്സ് തൊടാൻ പറ്റത്തില്ല. അവന് പക്ഷെ ആദ്യമൊക്കെ ദേഷ്യം തോന്നി കാണും. പക്ഷെ അമ്മ സ്ട്രിക്റ്റ് ആയിട്ട് അമ്മ കേട്ട വചനത്തിന് വേണ്ടി ആ കുഞ്ഞിനെ പിടിച്ചു വെച്ച്, ഇല്ല പറ്റത്തില്ല. അങ്ങനെ നോക്കണം, അങ്ങനെ മസിലൊന്നും വളർന്നൊന്നുമില്ല. പക്ഷെ
ഷീ ഡിഡ് നോട്ട്, ആ അപ്പനും അമ്മയും ആ ദൈവത്തിന്റെ ശബ്ദം വിട്ട് മാറില്ല. ക്ലിയർ ആയിട്ട് അതേപോലെ തന്നെ അവനെ വളർത്തി. ആ കുഞ്ഞ് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് കാണും. സ്കൂളിൽ പോകുമ്പോൾ ഇവന് മാത്രം നീണ്ട തലമുടി ജടയൊക്കെ പിടിച്ച് കിടക്കും. മറ്റുള്ള പിള്ളേരൊക്കെ നല്ല തലമുടി വിട്ട് പുതിയ സ്റ്റൈലൊക്കെ വരുമ്പോൾ അവന് മാത്രം കത്രിക തൊടാൻ പറ്റത്തില്ല. ചിലപ്പോൾ കർത്താവ് നിന്നെ വിളിക്കുമ്പോൾ അവൻ ചില മിഷന് വേണ്ടി നിന്നെ സെറ്റപ്പാട്ട് ചെയ്യുമ്പോൾ അപ്പനും അമ്മയും നിന്നെ ചില കാര്യങ്ങളിൽ ഇല്ല പോകാൻ പറ്റത്തില്ല പറയും. ഇല്ല അവർക്ക് അവിടെ അവരെന്നെ പോകുന്നില്ല, അപ്പൊ നിനക്ക് പോകാൻ പറ്റത്തില്ല പറയുമ്പോൾ നീ മനസ്സിലാക്കണം. കാരണം ദൈവം അവരോട് കമാൻഡ് ചെയ്തേക്കുന്ന, കാരണം ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ മിഷൻ ഉണ്ട്. നീ മറ്റുള്ള ലോകം പോകുന്നത് പോലെ, മറ്റുള്ള കൂട്ടുകാർ പോകുന്നത് നിനക്ക് പോകാൻ പറ്റുന്നത്. ദൈവത്തിന്റെ പർപ്പസ് എത്താൻ ഡിഫറെന്റ്. മറ്റുള്ളവരെ കുറിച്ച് ദൈവത്തിന് യാതൊരു പർപ്പസും ഇല്ല. അവൻ നിനക്ക് വേണ്ടി വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ് നിന്നെ അമ്മയോട് സംസാരിക്കുന്നത്, നിന്റെ അപ്പനോട് സംസാരിക്കുന്നത്, അവർക്ക് വിഷം കൊടുക്കുന്നത്, നിന്നെ വളർത്താൻ പ്രത്യേക താല്പര്യം കൊടുക്കുന്നത്. അത് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനാ. നിനക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്റെ അപ്പനും അമ്മയും പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കൂട്ടുകാര് പറയുന്നത് കേട്ടിട്ട് ഫെറോയോ അവരാ നിന്നെ ചിന്തിക്കല്ലേ, അവർക്കറിയില്ല ദൈവത്തിന്റെ പ്ലാനിനെ കുറിച്ച്. അപ്പനും അമ്മയും ദൈവവചന ശബ്ദം കേട്ട അപ്പനും അമ്മയ്ക്ക് മാത്രമേ നിന്നെ കുറിച്ചുള്ള പ്ലാൻ അറിയത്തുള്ളൂ. കുഞ്ഞുങ്ങളെ അത് ഗ്രഹിക്കണേയും വചനമൊക്കെ പഠിപ്പിച്ചുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അപ്പനും അമ്മയും പറയുന്ന അനുസരിച്ചേനെയും. നിനക്ക് കണ്ടവർ പോകുന്ന കൂത്താടുന്നിടത്ത് നിനക്ക് പോകാൻ പറ്റുകയില്ല, കണ്ടവർ കുടിച്ചഴിഞ്ഞാടുന്നിടത്ത് നിനക്ക് പോകാൻ പറ്റുകയില്ല. ബിക്കോസ് യു ആർ സെറ്റ് അപ്പാർട്ട്. നീ ദൈവത്തെ പ്രസംഗിക്കേണ്ടവനാ, നീ ദൈവത്തെ ഉയർത്തുന്നവനാ. ലോകം പല വഴിക്കും പോകും, ലോകം പലതും ചെയ്യും, എല്ലായിടത്തും നിനക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ നീ റൈറ്റ് അറ്റ്മോസ്ഫിയറിൽ വളരുകയാണെങ്കിൽ അറ്റ് ദ റൈറ്റ് ടൈം, തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് അനോയിന്റോട് നിന്റെ മേൽ വരും. അവൻ പവറോടുകൂടി നിന്റെ മേൽ വരും, നീ പോലും അറിയാതിരിക്കുമ്പോൾ. ശരിയാ, നീ ഒത്തിരി സാക്രിഫൈസ് ചെയ്തു, മറ്റുള്ള പിള്ളേരെ പോലെ ഫ്രീ ആയിട്ട് നിനക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ ശരിയാ, പക്ഷെ അതിന് ഒരു പ്രതിഫലമുണ്ട്. റിവാർഡ് ഫോർ ദാറ്റ്. അതിന് ദൈവം നിനക്ക് വേണ്ടി തരുന്ന പ്രത്യേക പവറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നീ വചനം ശ്രദ്ധിക്കാതെ നിന്റെ ഇഷ്ടത്തിന് പോയാൽ നിന്റെ കോളിംഗ് നിനക്ക് നഷ്ടപ്പെടും, നിന്റെ വിളി നഷ്ടപ്പെടും. അത് അവസാനം നീ ലോക മനുഷ്യനേക്കാൾ അവൻ കംപ്ലീറ്റ്ലി ഡിമോളിഷ്ഡ് ആയി തകർന്നു പോകും. അവൻ സ്വന്തം അങ്ങനെ വരാനിടയാകൽ. ഇത് പരിശുദ്ധാത്മാവ് ഈ വചനം നിന്നെ കേൾപ്പിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു കേൾക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് നിന്നെ തന്നെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയാണ്. Just like how we discussed last month with grace, how the grace that is given to you should not be in vain. We talked about different points about grace, why grace is really given. Grace is not just for you to freely go sin and just have it all be covered up by grace again, because it's such a never-ending cycle. You're taking one step forward, 4 or 5 steps back, because grace is given so that you may walk in holiness. That's what grace is given to you for, so that you can live that holy life. In the same manner, strength is given to you to perfect holiness. Strength is not given to continue giving license to your flesh desires and your desires on how you want to live on this earth. Because it says, and I don't have time to talk about all the context, the first time the Spirit of the Lord rushes upon Samson with strength is when he's about to tear open a lion that's coming against him to maul him. But think about the context. Samson's not on his way to do anything as a judge of God's people. He's not on his way to do anything to uphold holiness. He's doing something to appease his flesh, something that his parents also did not approve of. But the Spirit of God, the power and that strength came upon him, because unless that power would not have come upon him, he would have been destroyed on the spot. All that living as set apart, all the work that the parents had put into him to live as a judge that Israel had never seen before, that's what he was going to be. But as soon as he came of age, realize your parents can set foundations for you, but once you're on your own, you need to realize that you need to maintain that journey of perfecting holiness. And God realizes that his heart is not in the right place, so he gives him that power to intervene at the right time to tear open that line. ഇന്ന് പകൽക്കാലം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങളെ കുറിച്ചുള്ള ദർശനം കൊടുക്കും. അതനുസരിച്ചായിരിക്കാം അവർ നിങ്ങളെ റേസ് ചെയ്യുന്നത്. നിങ്ങളോട് എതിർപ്പുണ്ടായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിടാനും ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ല. ദൈവം അവിടെ ഉള്ളിൽ കൊടുത്ത ചില വിഷൻസ് ഉണ്ട്. അതനുസരിച്ചാണ് നിങ്ങൾ, ഞാൻ പോയിക്കോട്ടെ കൂട്ടുകാർ വേണ്ട എന്ന് പറയുമ്പോൾ യു ഹാവ് ടു റിയലൈസ് നിന്റെ അപ്പനും അമ്മയ്ക്കും ദൈവം ഒരു വിഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ വളർത്താനാ ദൈവം അവരോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവർ വളർത്തിയോണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ശരിയാ, സാംസന് ഫ്രീഡം ഉണ്ടായിരുന്നില്ല മറ്റുള്ള പിള്ളേരെ പോലെ. പക്ഷെ അങ്ങനെ വളർത്തിയോണ്ട് തക്ക സമയമായപ്പോൾ ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേൽ വന്നു. ഒരുപക്ഷെ അവനത് ഡിസൈഡ് ചെയ്ത് കാണത്തില്ല. ഞാനിപ്പോൾ ആത്മാവില് അവനെ വന്നപ്പോൾ എന്തുകൊണ്ട് സിംസോൻ അങ്ങനെയായി ഞാനിപ്പോ റിയലൈസ് ചെയ്യുക.
അവനെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് അവൻ ഈട് ചെയ്തില്ല, ദൈവത്തിന്റെ ഇഷ്ടം റിയലൈസ് ചെയ്തില്ല. അവൻ എപ്പോഴും മറ്റുള്ള കൂട്ടുകാരെ കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ രീതിയിൽ പോകാൻ അവന്റെ ഉള്ളം കൊതിച്ചു. അവൻ അവന്റെ പർപ്പസ് റിയലൈസ് ചെയ്യില്ല, മിഷൻ അവന് റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല. Because he would often go down to Timnah, the territory of the Philistines. God placed Samson in Israel to be the judge that would free the Israelites from the Philistines. But as he is of age, now he is spending time with peers in Timnah. That's where he saw the woman that he wanted to take his wife. ശ്രദ്ധിക്കണം, അവൻ ദൈവം ശിംശോനെ ഇസ്രായേലിലെ ജഡ്ജായിട്ടാണ് കണ്ടത്. അവനെ അവന്റെ അപ്പനും അമ്മയും അതുപോലെ വളർത്തിക്കൊണ്ട് വന്നത്. എന്നാൽ അവന് പ്രായമായപ്പോൾ അവൻ 18 ആയപ്പോൾ ആയിരിക്കാം, 18 or 21 ഒക്കെ ഇപ്പോഴല്ലേ 18 അവൻ ഏജ് ആയി കഴിഞ്ഞപ്പോ വണ്ടി ഓടിക്കാനൊക്കെ തുടങ്ങി, ഫ്രീ ആയിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ പോകാൻ ആരംഭിച്ചു. പക്ഷെ അവനെ വളർത്തിക്കുന്നത് ഹോളിയായിട്ടാ. തക്ക സമയം ഹോളിയായി നിന്നുകൊണ്ട് അനോയിന്റിങ്ങും അവന്റെ മേലെ ഒന്ന് സ്റ്റെറപ്പ് ചെയ്യാൻ തുടങ്ങി. അടുത്തായിട്ട് അവൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പാർത്ത് അവൻ ഇസ്രായേലിനെ ന്യായാധിപനായിരിക്കുന്ന പകരം അവന്റെ ഫ്ലഷിന് ഡിസൈറിന് വേണ്ടി പോകുക. അങ്ങനെ പോകുന്ന പാർക്കിൽ ആദ്യമായിട്ട് ശക്തിയുടെ പ്രദർശനം ഉണ്ടാകുന്നത് എവിടെയാന്ന് പറയാം. അവന്റെ ഇഷ്ടത്തിന് അവൻ തിന്നയിലേക്ക് പോയി. തിന്നയിൽ പോയപ്പോഴാണ് ഈ സ്ത്രീയെ കണ്ടത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ കണ്ടത്. അവൻ അവളുമായി സ്നേഹത്തിലായി, ലവ് റിലേഷൻഷിപ്പിലോട്ട് വീണു. ഇന്ന് പകൽക്കാലം ഓർത്ത കുഞ്ഞെ, നിന്നെ വിളിക്കാത്തിടത്തെങ്ങും നീ പോകാൻ പാടില്ല. എന്തിനാ ചോദിച്ചാൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇതുണ്ട്, ദൈവത്തിന്റെ കരുതലുണ്ട്. നീ അത് വിട്ടു പോകുമ്പോഴാണ് പലപ്പോഴും നീ ടെംപ്റ്റഡ് ആകുന്നത്. അവൻ അവിടെ പോയി അവൻ ആ പെൺകുട്ടിയുമായിട്ട് ബന്ധത്തിലായി എടുത്ത് പറയുക. അവൻ സ്വന്തം ബൈബിള് പറയുക. അവൻ പറഞ്ഞ അപ്പനോടും അമ്മനോടും പറയാ, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, ഞാൻ അവളെ ഡേറ്റ് ചെയ്യാൻ പോവുക, അവളെ മതി എനിക്ക്. അപ്പൊ അപ്പനമ്മൻ ചോദിക്കുക, അയ്യോ നീ സെറ്റപ്പാട്ടല്ലേ? അവൻ സ്വന്തം നീ നാസ്യതല്ലേ? അവൾക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇറ്റ്സ് ഇംപോസിബിൾ. അവൻ ജാതിയോട് ഇണയില്ലപ്പെട്ട കൂടല്ലേ. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാതെ അല്ലെങ്കിൽ കർത്താവിനെ അറിയാത്തൊരു വ്യക്തിയുമായിട്ട് നീ റിലേഷൻഷിപ്പിലേക്ക് എൻഡപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഡിമോളിഷ് ആയി പോകും. അത് ശരിയാകത്തില്ല. ഇറ്റ് ബി പ്രോബ്ലം. നിനക്ക് ഇല്ലയോ ഇസ്രായേലില് ദൈവം വഴി വെച്ച്. Manoah is the one saying that isn't there a woman among the children of Israel? He's not saying aren't there plenty of Israelite women? That's not what he's saying, because Manoah is saying you need a wife like how your mother was to me, because just like how his mother was so adamant on how to be set apart to support Manoah, and Manoah wasn't even a judge of Israel. Samson, who would be the strongest judge in history in Israel, would need a wife who would stand beside him, also set apart for the Lord. പ്രിയമുള്ളവരെ, അവിടെ അപ്പൻ ചോദിക്കുക, നിനക്ക് ഇസ്രായേൽ ജനത്തിനിടയില് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലയോ? എന്റെ ഭാര്യ, നിന്റെ അമ്മ എനിക്കായിരുന്നതുപോലെ നിന്നോടുകൂടെ സപ്പോർട്ട് ചെയ്യാൻ, നിന്റെ മിനിസ്ട്രിക്ക്, നിന്റെ മിഷന് സപ്പോർട്ട് ചെയ്യാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ കണ്ടുപിടിക്കാൻ പറ്റിയില്ലയോ? പക്ഷെ അവൻ അഡമന്റാ. അവൻ അവന്റെ ഇഷ്ടത്തിന് പോയി. ഇല്ല, എനിക്ക് അവളെ ബോധിച്ചു, എനിക്ക് അവളെ മതി. അങ്ങനെ വന്ന അപ്പനെ അമ്മയും വിളിച്ചോണ്ട് അവളെ കാണാൻ പോകുന്ന വഴിക്കാണ് ഫസ്റ്റ് ടൈം ദൈവത്തിന്റെ ശക്തി. നോക്കണം, അവൾ പോകുന്ന വഴി അവരെ മുന്തിരി വള്ളിയുള്ള മുന്തിരി വൈൻയാർഡിന്റെ അടുത്തൂടെ പോകുന്നത്. ഒന്നാം ഓർത്തോണം, നീ ഒരു നസീറായിട്ടാ. ഒന്ന്, വീഞ്ഞു തുടരുത്, വീഞ്ഞു കുടിക്കല്, യു ആർ സെറ്റ് അപ്പാർട്ട്. ദൈവത്തിന് സ്ഥിരപ്പെടാം. അവൻ പോകുന്ന ഇതിന്റെ അടുത്തൂടാ, മുന്തിരിത്തോട്ടത്തിന്റെ അടുത്തൂടാ. ഓർത്തോണം കുഞ്ഞെ, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാണെങ്കിൽ ലോകജാതികൾ കാണിക്കുന്ന കൂത്തിന്റെ അടുത്ത് നിനക്ക് പോകാൻ പറ്റില്ല. അവര് തുള്ളിച്ചാടുന്ന പോലെ തുള്ളിച്ചാടാൻ പറ്റത്തില്ല. I'm not touching it, I'm not eating it, I'm just passing by it. But the more exposure to this sin will make you more tempted to compromise holiness. അവൻ നോക്കണം, അവൻ പറയാൻ ഞാൻ മുന്തിരി തിന്നാൻ പോകുന്നില്ലല്ലോ, ഞാൻ മുന്തിരിത്തോട്ടത്തിൽ പോകുന്നില്ലല്ലോ, ഞാൻ ടച്ച് ചെയ്തു, ഞാൻ ഇവിടെ നിന്ന് പോകുന്നതേ ഉള്ളൂ. നീ അത് പല ഒഴിവൊഴിവ് കണ്ടുപിടിക്കും. പക്ഷെ ഒരു പ്രശ്നമില്ല, അവൻ നീ അടുത്തോട് പോയാ മതി. അവൻ നീ അവിടെ ചെല്ല, അവിടെ കാണുന്നത് എന്തുവാ? ആ തോട്ടത്തിൽ നിന്ന് ഒരു വലിയ സിംഹം. ബൈബിൾ പറയുന്നു, പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്ന് വെച്ച് ഇങ്ങനെ കൂടാടി സഞ്ചരിക്കുക. കുഞ്ഞെ, നീ തൊടുന്നില്ലായിരിക്കാം, നീ ജസ്റ്റ് തൊടാനോട്ടല്ലായിരിക്കും പോയിരിക്കുന്നത്, ഫ്രണ്ട്സിന്റെ കൂടെ മാത്രം പോലായിരിക്കും. പക്ഷെ അറിയാതെ നിനക്ക് നേരെ അവൻ സ്വന്തം സിംഹം പോലെ അലറി വരികയാ, തകർത്ത് കളയാൻ. പക്ഷെ ഒരു കാര്യം, അവന്റെ അമ്മയും അപ്പനും അവനെ വിശുദ്ധി വളർത്തിക്കൊണ്ട് ദൈവത്തിന് അവനെ വിട്ടുകളയാൻ പറ്റാത്തത് കൊണ്ട് അവൻ ദൈവത്തിന്റെ പവർ അവനെ മേൽ അയക്കുക. അല്ലെങ്കിൽ അവിടെ വെച്ച സിംഹം അവനെ കീറി ചിന്തിക്കളയേണ്ടതാ. ഒന്ന്, കുഞ്ഞെ, നീ ദൈവത്തിന്റെ ഇഷ്ടം വിട്ടിട്ട് നിന്റെ ഇഷ്ടത്തിന് പോകുമ്പോൾ ഡേഞ്ചർ, മരണം, നിന്നെ കൊല്ലാൻ പതിയിരിക്കുക, നീ പോലും ചിന്തിക്കാത്ത രീതിയിൽ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, അപ്പനും അമ്മയും പറയുന്ന വഴി വിട്ട് നിന്റെ തന്നിഷ്ടത്തിനും കൂട്ടുകാരുടെ പ്രേരണ അനുസരിച്ച് പോകല്ലേ. കാരണം മരണം പതിയിരിക്കുക, ഡേഞ്ചർ പ്രതിയിരിക്കുക. പക്ഷെ ഒരു കാര്യം, അവൻ നിന്നെ വിശുദ്ധി വളർത്തിക്കൊണ്ട്, അമ്മ കരഞ്ഞതുകൊണ്ട്, അവൻ അപ്പൻ പ്രാർത്ഥന വളർത്തിക്കൊണ്ട്, ദൈവത്തിന് വിട്ടുകളയാൻ മനസ്സില്ലാഞ്ഞതുകൊണ്ട് അവിടെ അസിംഹം അവനെ കീറാൻ വരുമ്പോൾ
ദൈവത്തിന്റെ ശക്തി, ബലം, അതാ വിശുദ്ധിയിൽ നിന്നെ നിർത്തുവാൻ, നിന്നെ തകർന്നു പോകാതിരിക്കാൻ സഹായിക്കുന്ന ബലം നിനക്ക് വേണ്ടി അവിടെ വ്യാപരിക്കുക. ഉടമനക നലവൽഘടനകസിയ അവൻ സുഖം ബലം അവന് വേണ്ടി വ്യാപരിപ്പിക്കുക. ഉടവൽഘടനകസിയ ഇന്ന് പകൽക്കാലം ഓർത്തോണം കുഞ്ഞുങ്ങളെ. അവൻ സ്തോത്രം. ഇല്ല, ഞാൻ അവിടെ പോകുന്നില്ല, ഞാൻ അവിടെ കൂടെ നിൽക്കുന്നേ ഉള്ളൂ. ചിലപ്പോൾ നീ പോലും അറിയാതെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പിശാച് നിനക്ക് നേരെ വന്ന് നിന്നെ വലിച്ച് വിശുദ്ധിയിൽ നിന്നും വേർപാടിൽ നിന്നും വലിച്ച് താഴെയിടുന്നത്. അതാണ് പ്രിയമുള്ളവരെ ശിംശോനെ പറ്റിയത്. I'm deciding what to do because there's so much to talk about. So what I'm going to do, do a little bit what you can. We'll continue in Tuesday or next Sunday. Okay. So as of now, I'm just summarizing the instances of the Holy Spirit coming upon him. The next time the Spirit of the Lord rushes upon him, his strength is when he's angry and trying to take vengeance upon the Philistines for figuring out the silly little riddle that he told the Philistines during the big party during his wedding. Notice that Samson is less offended that the Philistines are enslaving his people and more offended over a silly riddle during a party during the wedding that wasn't even part of God's perfect will. But so that Samson will not be smited down by these Philistines, God gives him the Holy Spirit and the strength to survive. It's not to do God's will, which is what the strength is supposed to be for. God is giving him that Holy Spirit so that he may survive and do some kind of permissive will of God through it. In the പകൽക്കാലം ഓർക്കണേ, സ്വന്തം ഇഷ്ടത്തിന് ഡേറ്റ് ചെയ്ത് പോയി കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയുണ്ടല്ലോ, അവൻ സ്വന്തം ചെയ്യുന്നു, അവന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവളായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, നീ വിവാഹം കഴിക്കുമ്പോൾ, നീ റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുക, കർത്താവേ നിനക്കിഷ്ടമുള്ള നീ തിരഞ്ഞെടുത്ത തക്ക തുണയെ എനിക്ക് തരണേ. ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന നിന്റെ സീക്രട്സിനെ ഒക്കെ വെളിപ്പെടുത്തുന്നവളാകും. ആ വിവാഹം നടന്നു. അവിടെ ഈ ശിംശോൻ ഒരു കടങ്കഥ പറഞ്ഞു. ആ കടങ്കഥ പറഞ്ഞില്ലെങ്കിൽ അവന്റെ പ്രതിഫലമൊക്കെ പറഞ്ഞു. സ്വന്തം അങ്ങനെ ഈ വൈഫിനെ അവര് ഞെരുക്കി. കാരണം അവള് ഒന്ന് തിന്നക്കാരിയായിരുന്നു, ഫെലിസ്റ്റീനായിരുന്നു. അവര് പറഞ്ഞു, തന്നില്ല നിന്നെ കൊല്ലും, നിന്റെ അപ്പനെ കൊല്ലുമെന്ന് പറഞ്ഞ പളം ചെയ്തു. ഭർത്താവിനെ ഞെരുക്കിയിട്ട് ഭർത്താവിന്റെ രഹസ്യം പറഞ്ഞിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ശിംശോന്റെ അടുക്ക ഇവര് വന്നിട്ട് ആ റിഡില് അവന്റെ ഉത്തരം പറഞ്ഞു. ഉടനെ അവന് മനസ്സിലായി, അത് എന്റെ വൈഫിൽ നിന്ന് ലീക്ക് ചെയ്യാതെ ഒരിക്കലും ഇത് അവർ അറിഞ്ഞു കാണത്തില്ല. അപ്പോഴത്തേക്ക് ഫാമിലി പ്രോബ്ലമായി, ഫാമിലി പ്രശ്നമായി. അവളോട് ദേഷ്യമായി. പക്ഷെ അവിടെ അവൻ നാണം കെടാൻ പോകുന്ന സ്ഥലത്ത്, കാരണം അവൻ നാണം കൊടുക്കണം. അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇത് നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പൊ അവൻ വല്ലാത്തൊരു ഷെയിംഫുൾ സിറ്റുവേഷനിലാകുക. പക്ഷെ ദൈവത്തിന്റെ ആത്മ അവനെ വിശുദ്ധി വളർത്തിക്കൊണ്ട് അവന്റെ തല കുനിയാൻ സമ്മതിക്കാനുണ്ട്. അവിടെ അവന്റെ മേൽ പവർ വരിക. അവൻ പോയി ചില ഫിലിസ്റ്റീൻസിനെ കൊല്ലുക, ആ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് കൊടുക്കുക. പക്ഷെ ഒരു കാര്യം ഓർത്തണം, അവൻ ഒഫൻഡഡ് ആകുന്ന അന്നേരവും ഇസ്രായേൽ അടിമത്തത്തിൽ കിടക്കുന്നുള്ള ഒഫൻസ് അല്ല, അവന്റെ ജീവിതത്തിലെ പേഴ്സണൽ കാര്യങ്ങൾക്കാണ് അവൻ ഒഫൻഡഡ് ആകുന്നത്. ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിലല്ല അവൻ യൂസ്ഫുൾ ആകുന്നത്. അതുകൊണ്ട് അവൻ സുഖം. ദൈവം ചിലപ്പോൾ നിന്നെ ഉപയോഗിക്കും, നീ ഇന്റന്റ് ചെയ്യുന്നില്ല. ചില ദൈവം നിന്നെ വിളിക്ക് കൊണ്ടുവരേണ്ടത് ദൈവം അതിനെ അതുപോലെ ആക്കി തീർക്കുന്ന, ചിലപ്പോൾ നീ ചെയ്തതുപോലും ആയിരിക്കത്തില്ല. അവൻ ചില സമയത്ത് ദൈവത്തിന്റെ വഴി നടന്നാൽ നിന്നെ പെർഫെക്റ്റ് വഴിയിൽ കർത്താവിന്റെ ഇഷ്ടത്തിന് നിന്നെ അനുകൂലമാക്കും. ഇല്ലെങ്കിൽ അവൻ ഒരു വിധത്തിൽ നിന്റെ ഇഷ്ടത്തിനായിരിക്കാം, പക്ഷെ ഇൻ ദ എൻഡ് ദൈവത്തിന്റെ പർപ്പസ് ആയിരിക്കാം നിറവേറുന്നത്. അവിടെ ആ ഫിലിസ്റ്റൈൻസിനെ കൊല്ലുമ്പോൾ ദൈവം അതിനെ ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി മാറ്റിയെന്നേ ഉള്ളൂ. റിയലി സിംസോൺ ചെയ്തത് ദൈവത്തിന് വേണ്ടിയല്ല ചെയ്തത്, അവന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി, അവന്റെ പേഴ്സണൽ ഈഗോയ്ക്ക് വേണ്ടി അവൻ ചെയ്ത് നോക്കണം. നമ്മൾ പലരും ദൈവത്തിന് ഇഷ്ടം പലപ്പോഴും ചെയ്യുന്നത് അവൻ ദൈവത്തിന് എന്നതാണ് ചെയ്യുന്നത്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. എനിക്ക് രോഗസൗഖ്യം, എന്തിനാ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നത്, രക്ഷിക്കപ്പെടുന്നത് അനേകം വരുന്നത്, എനിക്ക് രോഗസൗഖ്യം കിട്ടിയുണ്ട്, രക്ഷിക്കപ്പെടുന്നത്. അയ്യോ, അങ്ങനെയല്ല വരേണ്ടത്. അവൻ സൗഖ്യത്തിനോ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നോ അല്ല നീ ദൈവത്തെ അറിയേണ്ടത്. നീ അറിയേണ്ടത് അവൻ നിന്നെ സ്നേഹിച്ചതുകൊണ്ട്, അവൻ നല്ല അപ്പനായതുകൊണ്ട് അവൻ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണം. So I'm going to close my words here with just remembrance of realize that just like how grace is given to us to pursue holiness, to perfect holiness, strength is given. Like we've been saying, in order to perfect holiness, you need strength. But realize when God sets you apart in holiness and God has that strength start working in you, don't use that strength to cover up your own message. Don't waste that strength on things that are not of God's will, because it is such a tragedy that you are not being used in the area of holiness that God has been preparing for you with potential even before you started to exist. പ്രിയമുള്ളവരെ, അതുകൊണ്ടൊരു കാര്യം ഓർക്കണം, നിന്നെ വിളിച്ച വിളി
നിന്നെ വിശുദ്ധനായി വിളിച്ച വിളി, ദൈവത്തിന് വേണ്ടി ദൈവകരങ്ങൾ ഇണങ്ങിയായ ആയുധമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. നിന്നെ സെറ്റപ്പാട് ചെയ്ത് നിന്നെ വലിയ പവർ കൊണ്ട് നിറച്ചിട്ട് ഹോളിയായി നിന്ന് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ഇന്നത്തെ ലോകത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചത്. പക്ഷേ നിനക്ക് കിട്ടുന്ന ആ ബലം, നിന്റേതായിട്ടുള്ള സെൽഫ് സാറ്റിസ്ഫാക്ഷനെ കവർ ചെയ്യാൻ വേണ്ടി നിന്റെ ബലം ഉപയോഗിക്കല്ലേ. കൃപ തരുന്നത് വിശുദ്ധിയിൽ നിൽക്കാൻ വേണ്ടിയാ. അതിനോട് ബലം തരുന്നത് വിശുദ്ധിയിൽ മുന്നേറാൻ വേണ്ടിയാ. എന്തിനാ വിശുദ്ധിയിൽ മുന്നേറിയിട്ട് ദൈവത്തിന്റെ കരത്തില് ഒരു ഇണങ്ങിയ വെപ്പണായിട്ട് നീ തീരാൻ, ഡീമൺസിന്റെ അല്ലെങ്കിൽ സേറ്റന്റെ സ്ട്രോങ് ഹോൾസിനെ ഡിമോളിഷ് ചെയ്യാനായിട്ടാണ് ദൈവം നിനക്ക് ആ ബലം തരുന്നത്. ഒരിക്കലും അത് നിന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, നിന്റെ പാപങ്ങളെ മറയ്ക്കാൻ വേണ്ടി ആ ബലം വേസ്റ്റ് ചെയ്യാനിടയാകല്ലേ. എന്ന് പകൽക്കാലം ഓർക്കുക, ദൈവം നിന്നെ സെറ്റപ്പാട്ടായിട്ട് വിളിച്ചിരിക്കുക. അവന് വേണ്ടി വിശുദ്ധനായിരിക്കാൻ, അവന് വേണ്ടി വിശുദ്ധയായിരിക്കാൻ. അവൻ മാത്രമല്ല, എന്തിനാ നിന്നെ വലിയ ബലത്താൽ നിറച്ചിട്ട് അവന്റെ കരങ്ങൾ ഇണങ്ങി ആയുധമാക്കി ദൈവരാജ്യത്തിന് വേണ്ടി വലിയ പവർഫുള്ളായി ഈ സെഞ്ചുറിയില്, ഈ കാലഘട്ടത്തില്, അവൻ ഈ ലോകത്തില്, തകരുന്ന ലോകത്തില് നിങ്ങളെ ഓരോരുത്തരെയും, യവനക്കാരെ, കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ ഉപയോഗിക്കാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. എന്നാൽ ദൈവം തരുന്ന ആ കൃപ നിങ്ങളുടെ പാപത്തിന് മറയാക്കാതെ, ദൈവം തരുന്ന ബലം നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കാനിടയാകാതെ, ഇന്ന് പകൽക്കാലം അവന്റെ ഇഷ്ടത്തിൽ നടക്കാൻ, അവന്റെ വഴികൾ നടക്കാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. May God bless you with these words. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.